ചിലരെങ്കിലും മനസ്സിൽ കരുതലുണ്ടാവും, ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ പറയണത് അങ്ങനെ ഒരു ശക്തിയുണ്ട്, അത് നിരീക്ഷിക്കും, അത് നിരീക്ഷിച്ചിട്ട് അതിന് നന്മയും തിന്മയും തൂക്കി കണക്കാക്കി പരലോകത്ത് നിങ്ങൾ പറയുന്ന ശിക്ഷയും രക്ഷയും ഉണ്ടാവും, സ്വർഗവും നരകവും ഉണ്ടാവും എന്നൊക്കെയാണല്ലോ. അതൊക്കെ മരിച്ചതിന് ശേഷമല്ലേ, ഇനി അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് എന്താ ഉറപ്പ് എന്നൊക്കെ ഒരു പക്ഷേ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം, നിങ്ങൾക്കതിനെ നിഷേധിക്കാം. മരണത്തിന് ശേഷം രണ്ടാമതൊരു ജീവിതമില്ല എന്ന് ചില ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് തരണം. എന്താണ് ആ ഉറപ്പ്? അങ്ങനെ വിശ്വസിക്കുന്ന, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല. അഥവാ നിരീശ്വരവാദികളായി, ഭൗതികന്മാരായി, മതനിഷേധികളായി, യുക്തിവാദികളായി ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകൾ, അവർ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? നിങ്ങളുടെ കണ്ണ്, ആ കണ്ണിന് കാഴ്ചയുടെ പരിധി കുറച്ച് പ്രായമാകുമ്പോൾ അതിങ്ങനെ കാഴ്ച ഇങ്ങനെ മങ്ങി മങ്ങി വരും. ആർക്കെങ്കിലും അത് പിടിച്ചു നിർത്താൻ കഴിയോ? കേൾവി കുറഞ്ഞു വരും. ആ കേൾവിയെ കുറഞ്ഞു വരുന്നത് പിടിച്ചു നിർത്താൻ കഴിയോ? എന്തെങ്കിലും എക്സ്ട്രാ ഉപകരണങ്ങൾ വെക്കാം, കണ്ണട വെക്കാം എന്നല്ലാതെ അതിനെ ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ ആ പ്രതിഭാസത്തെ പിടിച്ചു നിർത്താൻ ഒരാൾക്കും കഴിയില്ല. കുറച്ച് കഴിയുമ്പോൾ പല്ലുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. ആ പല്ല് കൊഴിഞ്ഞു പോകുന്നതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അതിനെന്തെങ്കിലും മറ്റു പരിഹാര മാർഗങ്ങൾ അന്വേഷിക്കാനേ കഴിയുള്ളൂ. എല്ലാം അങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തൊലി ചുളുങ്ങാൻ തുടങ്ങും, തൊലിക്ക് മാറ്റം വരും, അല്ലേ? നമ്മുടെ രൂപമാറ്റം വരും. ഇപ്പോ ആളുകളുടെ ചെറുപ്രായം മുതൽ വയസ്സാകുന്നത് വരെയുള്ള രൂപം എന്താണ് എന്ന് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, AI-നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വയസ്സിലുള്ള മുഖം നമുക്ക് കാണിച്ചു തരും, അല്ലേ? ആ മുഖത്തിന്റെ മാറ്റത്തെ ബ്രേക്ക് ചെയ്യാൻ, നിയന്ത്രിച്ച് നിർത്താൻ, ഞാൻ എന്നും ഇതേപോലെ ഉണ്ടാവും എന്ന് പറയാൻ, മറ്റു ലേപനങ്ങളൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ ഉറച്ചു നിൽക്കാൻ എത്ര ആളുകൾക്ക് സാധിക്കും? കഴിയില്ല. അതിന് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളുടെ ശരീരം പോലും നിങ്ങളുടെ കയ്യിലല്ല. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കാത്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ തൊലി, നിങ്ങളുടെ കൈകാലുകൾ, നിങ്ങളുടെ ചിന്തകൾ, ഇതൊന്നും നിങ്ങളുടെ പരിധിക്കകത്തല്ല, അതിൻ്റെ അപ്പുറത്താണ്. ആർക്കും തർക്കണ്ട കാര്യത്തിൽ? എപ്പോഴാ അറ്റാക്ക് വരിക എന്ന് പറയാൻ കഴിയോ? എപ്പോഴാ സ്ട്രോക്ക് വരിക എന്ന് പറയാൻ കഴിയോ? പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നേരെ പിറകിലേക്ക് മറിഞ്ഞു വീണ എത്ര ദൃശ്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന കളിക്കാർ ആ കളിക്കളത്തിൽ ബോൾ അടിച്ചു വീശിയ ആ കളിക്കാരൻ തലകറങ്ങി വീണ് സ്ട്രക്ചറിൽ കൊണ്ടുപോയി നേരെ ആ കബറുകളിലേക്ക് എടുത്തുകൊണ്ടുപോയ സംഭവങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ പത്രക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തലകറങ്ങി വീണ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആർക്കാണത് തടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മൾ ആരോടും നമ്മുടെ അനുവാദം ചോദിക്കാതെയാണ് ഈ ഭൂമി ലോകത്ത് നമ്മൾ വന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അതിന്റെ സമയം പോലും നമുക്കറിയില്ല. അത്യാസന്നമായ അപകടത്തിൽ അകപ്പെട്ട് അത്യാസന്നവസ്ഥയിലെത്തിയ ഒരു രോഗിയെ ഡോക്ടറുടെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ആ ഡോക്ടറുടെ ടേബിളിൽ അതിനെങ്ങനെ കിടത്തി അടിയന്തിരമായി ശസ്ത്രക്രിയ നടത്താൻ ഡ്രസ്സ് മാറി ആരോഗ്യവാനായ ഡോക്ടർ അതിൻ്റെ ആ ഉപകരണങ്ങളുമായി ആ രോഗിയുടെ അടുക്കലേക്ക് വരുന്നു. റൂമിന്റെ പുറത്ത് എല്ലാവരും ഭയവിഹ്വലരാണ്. ഞങ്ങളുടെ രോഗിയുടെ അവസ്ഥ എന്താകും? ആകെ അവര് ആശ്വസിക്കുന്നത്, നല്ല കിടയറ്റ ഒരു ഡോക്ടറാണ് ഇതിന്റെ ശസ്ത്രക്രിയ നിർവഹിക്കുന്നത്. അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവർ പുറത്ത് കഴിഞ്ഞുകൂടുന്നത്. അപ്പോഴാണ് പെട്ടെന്നതാ പുറത്തുള്ളവർക്ക് കിടക്കുന്ന വിവരം എന്താ? ഡോക്ടർ ശസ്ത്രക്രിയ നടത്തുന്നതിന് ഇടയിൽ പെട്ടെന്ന് തലകറങ്ങി വീണു എന്നാണ്. ഡോക്ടർ മറ്റൊരു സ്ട്രക്ചറിൽ വേറൊരു തിയേറ്ററിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ഏതാനും നിമിഷങ്ങൾക്കകം വരുന്ന വാർത്ത ആ ഡോക്ടർ മരണപ്പെട്ടു എന്നതാണ്. രോഗിയെ മറ്റൊരു ഡോക്ടർ ചികിത്സിച്ച് പൂർത്തിയാക്കി ദിവസങ്ങൾക്ക് ശേഷം ആ രോഗിയത ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് നടന്നു വരികയും ചെയ്യുന്നു. എന്തേ സംഭവിച്ചത്? നമ്മൾ ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിച്ച രോഗി രക്ഷപ്പെടുകയും ആ രോഗിയെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ച ഡോക്ടർ മരണപ്പെട്ടു പോവുകയും ചെയ്ത സംഭവത്തിന് കേരളം എത്ര പ്രാവശ്യം സാക്ഷിയായിട്ടുണ്ട്? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്?
മനുഷ്യന്മാർ അത്ര നിസ്സാരന്മാരാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും, എല്ലാ മനുഷ്യരും മരിക്കുമെന്നല്ല ഖുർആൻ പറഞ്ഞത്, മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അവർക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകുന്നത് നാളെ പരലോകത്താണ്. ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നാളെ പരലോകത്ത് ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും ആ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തവരാരോ ഫഖദ് ഫാസ്, അവരാകുന്നു യഥാർത്ഥത്തിലുള്ള വിജയികൾ എന്നാണ്. പരീക്ഷ എഴുതിയ കുട്ടികൾ അവർ വമ്പിച്ച മാർക്കോടുകൂടി ജയിക്കുമ്പോൾ അത് വിജയമാണ്. പക്ഷെ അതൊരിക്കലും ശാശ്വതമായ വിജയമല്ല. പട്ടാമ്പി അങ്ങാടിയിൽ കച്ചവടം നടത്തി ലാഭമുണ്ടാക്കുന്നത് ബിസിനസ്സിൽ വലിയ വിജയമാണ്. പക്ഷെ അത് ശാശ്വതമായ വിജയമല്ല. വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരിക എന്നത് വിജയമാണ്. പക്ഷെ അത് ശാശ്വതമായ വിജയമല്ല. കാരണം എന്താ? ഇത് ഏത് സമയം വരെ നിലനിൽക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ആ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഉപയോഗിക്കാൻ ആ കച്ചവടക്കാരൻ നാളത്തെ രാവിലത്തെ സൂര്യോദയം കാണുമെന്ന് ആർക്കാണ് ഉറപ്പ് പറയാൻ കഴിയുക? ഉന്നതമായ മാർക്ക് വാങ്ങിയ കുട്ടി തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കാൻ അവൻ ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ ആ കുട്ടിക്ക് കഴിയുമോ? സത്യപ്രതിജ്ഞ ചെയ്യാൻ കാത്തു നിൽക്കുന്ന മന്ത്രിമാർ ആ സത്യപ്രതിജ്ഞയുടെ ദിവസം അവർ ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ? ഇല്ല എന്നതാണ് കേരളത്തിന്റെ ഉത്തരം. എത്ര സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞയുടെ മുമ്പ് മരണപ്പെട്ടു പോയ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്? എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മൾ അത്ര നിസ്സാരന്മാരാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ് നമ്മൾ എല്ലാ കാലത്തും ഇവിടെ ജീവിക്കും. അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം നമ്മളോട് ചോദിക്കാതെയാണ്. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും മരണശേഷമുള്ള പരലോകത്തെയും നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇതൊക്കെ സത്യമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഖബറിൽ രണ്ടാമത് എഴുന്നേറ്റ് വരും. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അതൂൻ. നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം നിങ്ങൾ രണ്ടാമത് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും നാളെ പരലോകത്ത്. അവിടെ എഴുന്നേറ്റ് വരും. പിന്നെ നമുക്ക് മരണമല്ല എന്നുള്ളതാണ്. പിന്നെ മരണമല്ല. ഈ ലോകത്ത് ചെയ്തത് അനുസരിച്ചു കൊണ്ട് നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയുമാണ് നാളെ പരലോകത്ത് കിട്ടുക. ഉന്നതമായ സ്വർഗം കിട്ടും നല്ലത് പ്രവർത്തിച്ച ആളുകൾക്ക്. അല്ലാത്ത ആളുകൾക്ക് കഠോരമായ നരകവുമാണ് ഉണ്ടാവുക. ആ നരകവും സ്വർഗവും എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ മാതിരി അല്ല. നരകം എന്ന് പറഞ്ഞാൽ യസ്ലൗനഹാ യൗമദ്ദീൻ, അന്നേ ദിവസം അവർ കടന്ന് എരിയുക തന്നെ ചെയ്യുമെന്നാണ്. ഈ തൊലി ഇങ്ങനെ കത്തും. അത് കത്തിക്കഴിഞ്ഞാൽ അടുത്ത തൊലി തരും, വീണ്ടും അടുത്ത തൊലി തരും. ഈ രൂപത്തിലല്ലത്രേ മനുഷ്യന്മാരെ നരകത്തിലിടുക. മറിച്ച് വലിയ ഭീമാകാരമായ ഒരു ഒരു ജന്തുവിന്റെ രൂപത്തിലാക്കി വലുപ്പത്തിലാക്കി കൊണ്ടാണ് നരകത്തിൽ ഓരോരുത്തരെയും കൊണ്ടുപോയി ഇടുക. 70 ഇരട്ടി ഇവിടെ ഉപയോഗിക്കുന്ന തീയിന്റെ 70 ഇരട്ടിയാണ് നാളെ നരകത്തിൽ കത്തുന്നത്. ഇവിടെ കല്ല് കത്തില്ല, പാറ കത്തില്ല. പക്ഷേ പാറ കത്തുന്ന നരകമാണത്. അവിടെ ഒരു ദിവസമല്ല, അവിടെ യുഗങ്ങളോളമാണ്. അവിടെ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല, അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല, അവിടെ ഒറ്റക്ക് അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് കേരളം മുഴുവൻ ഈ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള പ്രോഗ്രാമുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനുഷ്യരെ, നിങ്ങൾ ഏത് വിഭാഗമാകട്ടെ, നിങ്ങൾ ഏത് ജാതിയാകട്ടെ, ഏത് ദേശക്കാരാകട്ടെ, ഏത് വർണ്ണമുള്ളവരാകട്ടെ, ഏത് ലിംഗത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് വയസ്സിന്റെ പരിധിയിലുള്ളവരാകട്ടെ, എല്ലാവരും മരിക്കും. മരണശേഷം ഒരു ലോകമുണ്ട്. അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല രണ്ടാമത് ജീവിതം, അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, അവിടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, അവിടെ എല്ലാ വിഭാഗങ്ങളും മനുഷ്യരായി മരണപ്പെട്ടു പോയ എല്ലാവർക്കും രണ്ടാമത് ജീവിതമുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ യഥാർത്ഥ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ആ റിസൾട്ട് പോസിറ്റീവ് ആകുക എന്നുള്ളതാണ്. അതാണ് ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകം നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ദുനിയാവ് എന്ത് ചെയ്യും? ഇതൊക്കെ മറപ്പിക്കും നമ്മളെ കൊണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഭൗതികതയിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കും. മതം എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടു കൂടി കാണും. മതത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ പുരോഗമനം തിരിയാത്തവരാണെന്ന് പറയും. അവർ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണെന്ന് പറയും. എന്നിട്ടോ
മനുഷ്യനിർമ്മിതമായ തത്വശാസ്ത്രങ്ങളുടെ പിന്നാലെ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ലോകത്തുള്ളത്. അവിടെ നിന്ന് നമുക്ക് തിരിച്ചു നടക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സമ്പൂർണ്ണ നിർഭയത്വവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.